എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. എന്നാൽ ആർക്കും അതൊട്ട് കിട്ടുന്നുമില്ല. സമാധാനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മനസ്സിന് ഒരു സമാധാനവുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു സ്വസ്ഥതയുമില്ല എന്നർത്ഥം. എന്നാൽ അതിനുള്ള സമാധാനം നീ പറയണം എന്നായാലോ അർത്ഥം അപ്പടി മാറും. ഇവിടെ ഉദ്ദേശിച്ചത് ഉത്തരം എന്ന അർത്ഥമാണ്. ഈ രണ്ടർത്ഥങ്ങളും ഒന്നു തന്നെയാണെന്ന് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സമാധാനം കിട്ടണമെങ്കിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഉത്തരത്തിന്റെ ആകത്തുകയാണ് നമ്മുടെ സമാധാനം. യുദ്ധമില്ലാത്ത അവസ്ഥയല്ല സമാധാനം. അത് വ്യക്തിയുടെ കാര്യത്തിലായാലും രാജ്യത്തിന്റെ കാര്യത്തിലായാലും. വെറുപ്പില്ല എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ട് എന്ന അർത്ഥമില്ലാത്തതുപോലെ മനഃശാസ്ത്രത്തിൽ മാനസിക സംഘർഷങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് മനസ്സമാധാനം. മതങ്ങളിലാണെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് പരിപൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിൽ മാത്രമേ മനുഷ്യന് ശാശ്വതമായ ശാന്തിയും സമാധാനവും കിട്ടുകയുള്ളൂ എന്ന് സർവമതങ്ങളും പറയുന്നു. എന്നാൽ ഫിലോസഫി പറയുന്നത് രണ്ട് തരത്തിലുള്ള സമാധാനമുണ്ടെന്നാണ്, നെഗറ്റീവും പോസിറ്റീവും. യുദ്ധമില്ലാത്ത അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് നെഗറ്റീവ്. പോസിറ്റീവായിട്ടുള്ളതിൽ താനേ ഉണ്ടാവുന്ന സമാധാനവും. ആദ്യത്തേതിൽ കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കുന്ന സമാധാനമാണെങ്കിൽ രണ്ടാമത്തേതിൽ സ്വയം ഉണ്ടാവുന്നതാണ്. ഇതാണ് ശാശ്വതമായ സമാധാനം. എന്താണ് സമാധാനത്തിന്റെ അടിസ്ഥാനം? ആഗ്രഹിച്ചതെല്ലാം നേടിയാൽ സമാധാനം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുന്നത് വലിയ പണക്കാരും ഭരണാധികാരികളുമല്ലേ? പക്ഷെ അല്ല എന്നാണല്ലോ നമ്മുടെ അനുഭവം നമ്മോട് പറയുന്നത്. താനുണ്ടാക്കിയ സമ്പത്ത് നിലനിർത്താനുള്ള വെപ്രാളത്തിൽ പണക്കാരും കഷ്ടപ്പെട്ട് നേടിയ അധികാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള ബേജാറിൽ ഭരണാധികാരികളും ഒരു നേരം പോലും സമാധാനം എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇനി ലോകത്തെ മാറ്റിമറിക്കുന്ന കലാകാരന്മാരും ശാസ്ത്രജ്ഞരുമാണോ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ജീവിക്കുന്നത്? സംഘർഷമുള്ള മനസ്സിലെ പ്രതിഭയുടെ വിത്ത് വളരുകയുള്ളൂ എന്നതിനാൽ അവർക്കൊന്നും തന്നെ ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല. എത്രയൊക്കെ പണവും എന്തൊക്കെ പേരും ഉണ്ടായിട്ടും മനസമാധാനമില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ആ പേരും പണവുമൊക്കെ അപ്പോൾ വെറുതെയാവില്ലേ? സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം മനസ്സ് നന്നാവണം. വെറും വെള്ളത്തിൽ നിന്ന് വെണ്ണയുണ്ടാവില്ല. അതിന് പാല് തന്നെ വേണം. കാഞ്ഞിരത്തിന്റെ കുരു കുഴിച്ചിട്ടാൽ മൂവാണ്ടൻ മാവ് മുളക്കില്ലല്ലോ. ഒരു പ്രവാചക കഥയുണ്ട്. സ്വർഗത്തിന്റെ അവകാശികൾ ആരൊക്കെയെന്ന് അനുയായികൾക്ക് ഒരു സംശയം. പള്ളിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, അതാ ഒരു സ്വർഗാവകാശി. ഇതു കേട്ട് ആ പോകുന്ന ആളിനെ അയാൾ അറിയാതെ പിന്തുടർന്നു. വീട്ടിലെത്തിയ അദ്ദേഹം പിന്നാലെ വന്ന് അവരെ സ്വീകരിച്ച് വീട്ടിനുള്ളിലേക്ക് ആനയിച്ചു. അവരോട് തന്റെ അതിഥികളായി 2 ദിവസമെങ്കിലും വീട്ടിൽ താമസിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ആ 2 ദിവസവും സൂക്ഷ്മമായി അയാളെ നിരീക്ഷിച്ച അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കാനായില്ല. അയാൾക്ക് അമിതമായ ആരാധനയില്ല, നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുമില്ല. എല്ലാം സാധാരണ പോലെ മാത്രം. എന്നാൽ തങ്ങളുടെ നിരീക്ഷണത്തിൽ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അയാൾക്ക് ആരോടും വെറുപ്പില്ല. മുഖത്തെ പുഞ്ചിരി ഒരിക്കലും അണയുന്നില്ല. ഉള്ളു നിറഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ചെറു പുഞ്ചിരി തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള അയാളുടെ ടിക്കറ്റ്. അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ ആദ്യം മനസ്സിൽ അതുണ്ടാവണം. അതിന് ആദ്യം മനസ്സ് ശുദ്ധമാവണം. ഇനി മനസ്സ് ശുദ്ധമാവണമെങ്കിലോ അവിടെയുള്ള കറകൾ മായ്ച്ചു കളയണം, കളകൾ പറിച്ചു മാറ്റണം. മനസ്സിലെ ഏറ്റവും വലിയ കറ ഏതാണ്?
സ്വാർത്ഥത എന്ന പൊസസ്നെസ് തന്നെ. ഇനി ആ സ്വാർത്ഥതയുടെ അടിവേരോ ഞാനെന്ന ഭാവവും. അതുകൊണ്ടാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്, സന്തോഷവും സമാധാനവും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടതെന്ന്, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങേണ്ടതല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ മഹാ അവതാരം യേശു ഭഗവാൻ നമ്മോട് പറഞ്ഞതും മറ്റൊന്നല്ല, സന്മനസ്സുള്ളവർക്ക് സമാധാനം.